തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സമരപ്പന്തൽ വി.എസ്. അച്യുതാനന്ദൻ സന്ദർശിച്ചു. ആവശ്യത്തിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ലോ അക്കാദമിയിൽ നിന്ന് സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണെന്നും വി.എസ്. പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ തത്സമയം ചേരുന്നു. ഷീജ, പറയൂ. സുനിരാജ്, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, പ്രത്യേകിച്ചും ലോ അക്കാദമിയിലെ പ്രിൻസിപ്പലിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി.എസ്. അച്യുതാനന്ദൻ സമരപന്തലിൽ എത്തുകയും വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഭൂമി, ഈ ലോ അക്കാദമിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും അതോടൊപ്പം തന്നെ ന്യായമായ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. വി.എസിന് പുറമെ പ്രതിപക്ഷ നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ ബി.ജെ.പി. നേതാവ് വി. മുരളീധരന്റെ 48 മണിക്കൂർ ഉപവാസം എന്നിവയ്ക്കും അവിടെ തുടക്കമായിട്ടുണ്ട്. പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാനേജ്മെന്റ് നിലവിൽ ഇന്ന് കോളേജ് തുറക്കാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും.